പൊതുജനം മന്ദരല്ല. ഡിജിറ്റൽ യുഗത്തിൽ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായന, ഈ ഒരു വായനയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വായന എന്ന് പറയുന്ന പ്രതിഭാസം അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു അഭിപ്രായത്തോട് പറയാനുള്ളത്? അത് തികച്ചും ശരിയുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം എല്ലാവരും മൊബൈലിലാണുള്ള കളി. ഈ കുട്ടികളെല്ലാവരും മൊബൈലിലാണ്. ഇപ്പം ബുക്കായിട്ട് യാതൊരു ബന്ധവുമില്ല. പഠിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. അല്ലാതുള്ള കുറേ പേരിങ്ങനെ കഥയും അവരെ ജീവിത സാധനങ്ങളും എല്ലാം എഴുതുന്നുണ്ട്. അതൊക്കെ പോയി അതിപ്പോൾ കേൾക്കാനും പറയാനൊന്നും സമയമല്ല. ഒന്നാമത് അവരെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലാതെ ആയിട്ട് എല്ലാവരും ഭയങ്കര ബിസിയാണ്. കുട്ടികളെന്ന് വെച്ചാൽ രാവിലെ എണീച്ചിട്ട് തൊട്ട് മൊബൈലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഈ മൊബൈലിൽ കളിക്കുക എന്നുള്ളത് ഒരു രൂക്ഷമായിട്ടുള്ള പ്രശ്നം തന്നെയല്ലേ? അത് ഭയങ്കര പ്രശ്നമല്ലേ? അവർക്ക് അവരെ മെമ്മറി പവറും എല്ലാം നശിച്ചു പോകല്ലേ? അതൊരു വലിയ ഘടകം തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുസ്തകം വായിക്കുക എന്നുള്ളതിൽ തന്നെ എത്തണം. പ്രൊഫഷൻ എല്ലാവരും തിരക്കാണല്ലോ. കുറച്ച് സമയം മാറ്റി വെച്ച് ഈ വായിക്കാനുള്ളതൊക്കെ ഇടപെടുന്നത് നല്ലതാണ്. ഒന്നും കൂടി മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവും, സന്തോഷം കിട്ടും. നമുക്ക് ആ ഒരു വായനയും കൂടെ ലഭിച്ചാൽ പല അനുഭവങ്ങളും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നു. പഠിക്കുന്ന സബ്ജക്റ്റ് രീതിയിലുള്ള പഠിക്കുന്നത് അത് വേറെ തന്നെ. അല്ലാതെ ഉള്ള കഥയും കവിത ഈ സാധനങ്ങളൊക്കെ വായിക്കുക പഠിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു വേറൊരു ലോകം തന്നെയാണ്. അതിൽ ഒരു ഇഷ്ടം വേണം. ഇഷ്ടം വരണമെങ്കിൽ അതായിട്ട് തുടങ്ങിയിടണം. ഇപ്പം ആരും തുടങ്ങുന്നില്ല. അത് നശിച്ചുകൊണ്ടിരിക്കുക. ബുക്ക് പണ്ടത്തെ ബുക്കൊന്നും ആരും ഇപ്പോൾ മറച്ചു പോലും നോക്കുന്നില്ല. അതാണ് വിഷയം. അതൊക്കെ ഒന്ന് മാറ്റി പഴയ രീതിയിലോട്ട് തന്നെ വായനശാല ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വായനശാലകളുണ്ട്. എന്നാലും എടുത്ത് വായിക്കില്ല, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കുറച്ച് വായിച്ച് അവിടെ വെക്കും, കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നില്ല. മുഴുവനായിട്ടും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല. സമയം കുട്ടികൾക്ക് പോലും വായിക്കാനുള്ള ആ ഒരു താല്പര്യം സാഹചര്യമാണ്. അതൊക്കെ മാറി എടുക്കണം. പഴയ രീതിയിലോട്ട് മാറ്റി കുറച്ച് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഇതിനായിട്ട് ചെലവിടണം എന്ന് തന്നെ പറയാനുള്ളത്. വായിക്കാൻ വേണ്ടി അവരുടെ ഒരു ബുദ്ധി വികാസത്തിനും ചിന്തകൾക്കും എല്ലാം വായന അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ തലമുറയിൽ ഈ ഒരു വായന എന്നുള്ളൊരു പ്രതിഭാസം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ഈ ദൃശ്യ മാധ്യമങ്ങളുടെ ഇന്നത്തെ ധാരാളിത്തം അല്ലെങ്കിൽ അതിപ്രസരം ആണ് ഇന്ന് വായനയെ പുറകോട്ടടിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം ഒഴിവ് സമയം തൊട്ട് ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാം മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ വ്യാപൃതരായിരിക്കുന്നതാണ് നമ്മളെല്ലാ ഭവനങ്ങളിലും ഇന്നത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ദൃശ്യമാധ്യമങ്ങളിൽ വളരെ പോപ്പുലർ ആയതോടെ മാറിയിരുന്ന് വായിക്കുക അല്ലെങ്കിൽ ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കുക എന്നൊക്കെയുള്ള ചോയ്സ് വിട്ടുകളയുന്നു. കാരണം കയ്യിലുള്ളതല്ലേ ആൾക്കാർ തിരയുള്ളൂ. തേടിപ്പിടിച്ച് വായിക്കുന്നൊരു ശീലമൊക്കെ ഇന്ന് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ അത് പോപ്പുലറൈസ് ചെയ്യാനായിട്ട് റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ലൈബ്രറികളോ ഒക്കെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇന്നെല്ലാം ഓൺലൈൻ യുഗമാണല്ലോ. അതാണ്. അപ്പം നമുക്കൊന്നത് ഇൻറ്റൻറ്റ് ചെയ്താൽ നമ്മുടെ വീട്ടിൽ ആ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അത് ഒരു ചെറിയ ഫീസായിട്ടാക്കി തിരിച്ച് മേടിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ മൊബൈലിന് ഇൻ്റർനെറ്റിനൊക്കെ നമുക്ക് മുടക്കുന്ന ഒരു കാശിൻ്റെ ചിലവിൽ തന്നെ നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അത് ചെറുപ്പത്തിൽ തൊട്ടേ കുട്ടികളെ അതൊരു ശീലമാക്കിയാൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉള്ളത്. തീർച്ചയായിട്ടും അതെ. ദൃശ്യങ്ങൾ കൂടുതലും നമ്മുടെ മനസ്സിനെ മതിക്കുകയും അതിലേക്ക് അവർക്ക് കൂടുതൽ എന്താ പറയുക, ഒരു പ്രേരണ വീണ്ടും കാണാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നു. അതേസമയം നമ്മൾ ഒരു പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൂടെ നമ്മുടെ ഒരു വിജ്ഞാനം, നമ്മുടെ ആ ഒരു എന്താ പറയുക, ഓരോരോ ജീവിതത്തിലെയും നല്ല ക്വാളിറ്റികൾ, ഒരു മനുഷ്യൻ ജീവിതകാലത്ത് നമ്മൾ സമ്പാദിച്ചിരിക്കേണ്ട പല ക്വാളിറ്റികളും ഓരോ കഥാപാത്രങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു രീതിയാണ് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത്.
അപ്പം അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ബെറ്റർ ഈ മൊബൈലിൽ നോക്കിയിട്ട് ഓരോന്ന് വായിക്കുന്നതാണോ? ഇപ്പൊ ഈ ബുക്കൊക്കെ കിട്ടുമല്ലോ. ഇന്നിപ്പം നമ്മൾ ഈ ബുക്കുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥകളും കവിതകളും ഒക്കെ മൊബൈലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും നമുക്ക് പുസ്തകങ്ങളോടുള്ള ഒരു എന്താ പറയുക അഭിനിവേശം കുട്ടികളിൽ അത് പഠന കാര്യത്തിലും അവർക്ക് കുറേ കൂടി സഹായമാവും. കൂടുതൽ എന്താ പറയുക കുറച്ച് സമയം നമ്മൾ ഈ മാതിരിയുള്ള കലാവാസനയുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ അറിവിനെ പരിപോഷിപ്പിക്കുന്നതോ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സുകുമാര കലകൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ അറിവിനെയൊക്കെ ഉദ്ദീപിപ്പിക്കുന്ന എന്താ പറയുക പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നതും അതൊരു ദൃശ്യത്തിലൂടെ കണ്ടു മാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ ആ ഒരു പുസ്തകത്തിൽ നമ്മുടെ കയ്യിലെടുത്ത ആ ഒരു പുസ്തകം വായിക്കുന്ന ഒരു രീതിയായിരിക്കും കുറച്ചുകൂടി അതാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇന്ന് പഠന കാര്യത്തിലും പുസ്തകങ്ങളുടെ പ്രാധാന്യമൊന്നും കുറഞ്ഞിട്ടില്ല. പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്തും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പുസ്തകം വായിക്കാനുള്ള പ്രേരണയും ഈ പറയുന്ന പോലുള്ള ലളിതമായിട്ടുള്ള കഥാപുസ്തകങ്ങളോ അല്ലെങ്കിൽ കവിതകളോ വായിക്കുമ്പോൾ ആ കുട്ടികൾക്ക് വായിച്ച് മുന്നേറാനുള്ളൊരു ത്വര കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണമല്ലേ? തീർച്ചയായിട്ടും വായന സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിയിട്ടും കുട്ടികളിൽ കൂടുതലും അറിവിനും അവരുടെ ആ ഒരു മാനസിക ശേഷിക്കും ഒക്കെ. കാരണം ഇന്ന് ഓൺലൈനിൽ വരുന്ന കഥകളോ കവിതകളോ ഒക്കെ വളരെ തുലവും കുറവാണ് അല്ലേ? ഓൺലൈൻ എഴുത്ത് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അച്ചടിച്ച് വന്നിരിക്കുന്ന പുസ്തകങ്ങൾ, പ്രസാധകർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ, അതിൻ്റെ റോയൽറ്റി ആയിട്ട് ആ ബുദ്ധിമുട്ടിയ ആൾക്ക് നമുക്കത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റോയൽറ്റി ആയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പം കഴിവുള്ള എഴുത്തുകാരെയൊക്കെ നമ്മൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയുമാണ്. നമ്മുടെ അറിവും എന്താ പറയുക വായിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതെല്ലാം കുറേ കൂടി പുസ്തകങ്ങളിൽ കൂടി തന്നെയാണ് പകർന്നു കിട്ടുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ശീലം ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുക വളരെയധികം നല്ലതാണ്. അതിന് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സിറ്റികളിലും ഒക്കെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഇതിന് നന്നായിട്ടൊരു പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വായന എന്നുള്ളൊരു പ്രതിഭാസം തന്നെ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? വായന ശരിക്കും കുട്ടികൾക്കൊരു അറിവ് പകർന്നതും അവർക്ക് മുൻകാലങ്ങളെ പറ്റി അറിയാനുള്ളൊരു ഇതുമാണ്. ബട്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് കുട്ടികൾ കൂടി ഇപ്പോൾ എൻ്റെ അനിയനായാലും പോയാലും അവനിപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ അവന് ഫുള്ള് ഫോണിലാണ്, ജസ്റ്റ് സ്റ്റോറി ഇടലും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് മുൻകാല ചരിത്രങ്ങളൊക്കെ അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും മൈൻഡില്ല. എന്നുവെച്ചാൽ എല്ലാം ഇപ്പോൾ നമ്മൾ ഒന്ന് സേവ് ചെയ്യാൻ വെച്ചെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ അത് പിന്നെ മറക്കാതിരിക്കാൻ ഫോണിൽ സേവ് ചെയ്യണം. വായന ഉള്ളവർക്ക് അവർ മുന്നത്തെ കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ എൻ്റെ ഉമ്മ പണ്ട് കുറേ വായിച്ചുകൊണ്ട് ആൾ ഇതിനെക്കുറിച്ചൊക്കെ ആൾ പറഞ്ഞു തരാണ്. ബട്ട് ഇപ്പോഴത്തെ ജനറേഷൻ അത് പറ്റണില്ല. അവര് ഇന്റർനെറ്റിൽ കൂടെ സെർച്ച് ചെയ്യും. ഇവര് വായിച്ചറിവില്ല, വേണ്ട സമയത്ത് അവര് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി പിന്നത്തേക്ക് അത് മറക്കണം അവര്. ബട്ട് മുന്നത്തോര് അവര് മനസ്സിലാക്കി ഇവിടെ സേവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പറഞ്ഞു തരണം. സോ ജനറേഷൻ ഗ്യാപ്പ് വരുന്നതോറും വായനക്ക് നന്നായി കുറയുന്നതോറും അറിവും ബുദ്ധി ജനറേഷൻ ഗ്യാപ്പ് ആയാലും വായന എന്നുള്ള ഒരു ആ ശീലം വളർത്തിയെടുക്കുമ്പോഴത്തേക്കും കൂടുതലും നമുക്ക് മെന്റലി കൂടുതൽ വർക്കാവും. നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. പ്രാചീന കാലവും ഈ കാലവും നമുക്ക് കൂടുതൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കാം. അപ്പം ശരിക്കും കുട്ടികളിൽ വായന എന്നുള്ളൊരു ശീലം ഇപ്പോഴും നിലനിർത്തേണ്ടതിന്റെ അത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർക്ക് നമ്മൾക്ക് മുൻകാലങ്ങളെ പറ്റി അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇത് വരുന്നത്. അപ്പോൾ മുൻകാലങ്ങളെ പറ്റി അറിയാൻ ശ്രമിക്കുന്നതും വായനയിലൂടെ നമുക്കത് കുറേ പുസ്തകങ്ങൾ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ചരിത്രമൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണമെന്നില്ല. കാരണം അത് വായിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുന്നതോറും നമ്മളെ ലാംഗ്വേജ് കുറച്ച് ബിൽഡാവും. ഹിന്ദി അങ്ങനെ എല്ലാം വായിക്കുന്നതോറും നമ്മൾ അറിവ് കൂടുതലുള്ളൂ. കുറേ ബെന്യാമിൻ്റെ പുസ്തകമായാലും ഒക്കെ ഒരുവിധം ബുക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിഷ്വലൈസ് നമ്മൾ ശരിക്കും കാണണം മൈൻഡിൽ. ഫോണിൽ കുട്ടികൾ പറയുമ്പോൾ അവർക്കും വായന അല്ലാതല്ല, നമ്മൾ ബുക്ക് വാങ്ങി കൊടുക്കാതെ അല്ല, പക്ഷെ അവർക്ക് ഇഷ്ടം ഫോണാണ് മെയിനായിട്ട്. ഫോണിൽ ഈ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ മൊബൈലിൽ, അപ്പൊ അതാണോ അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ കയ്യിലെടുത്ത് വായിക്കുന്ന പുസ്തകങ്ങൾ കയ്യിലെടുത്ത് വായിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. പുസ്തകങ്ങൾ വായില്ല. അപ്പോൾ അവിടെ വീടിൻ്റെ അടുത്ത ലൈബ്രറി ഉണ്ട്, ഞങ്ങൾ ലൈബ്രറിയിൽ പോകും, ഞാൻ ബുക്കുകൾ എടുക്കും, വായിക്കാം. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ആ ഒരു ലൈബ്രറി ആശ്രയിക്കുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ടൈം ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വായിക്കാൻ ലൈബ്രറിയെ നിവൃത്തിയുള്ളൂ. ലൈബ്രറി പോയിട്ട് സ്കൂളിലായാലും കോളേജിലായാലും ഞങ്ങൾ ലൈബ്രറിയിൽ
പോയിട്ട് ബുക്ക് എടുക്കുക, വായിക്കുക. വീട്ടിൽ വന്നാൽ പഠിക്കാട്ടും കൂടുതൽ ടൈം നമ്മൾ വായിക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓരോ ബുക്കുകളും വായിക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അത് ആ ബുക്കിൻ്റെ ഉള്ളടക്കം പോലെ ഇരിക്കും നമ്മളെ ചിന്തകളും പിന്നെ വരുന്ന ആശയങ്ങൾ. ഇപ്പോൾ കുട്ടികളോട് ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴായാലും ഓരോ ബുക്ക് വായിച്ച് നമ്മളിങ്ങനെ അനുസരിച്ച് പറയും. ചേട്ടാ, ഈ ഒരു കാലത്ത് വായന അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വായനാശീലം പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? വായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വായിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി ഏറ്റവും പ്രധാനമായിട്ടും മൊബൈൽ ഫോണിലേക്ക് കുട്ടികൾ തിരിഞ്ഞതോടുകൂടി പ്രായമായവരൊക്കെ അത് വന്നതോടുകൂടി വായനയിൽ നിന്ന് കുറേയൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ വായനയിലൂടെ കിട്ടുന്ന അറിവ് മറ്റൊരു മാധ്യമങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് പറയുന്നത് പോലെ തന്നെ വായന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ മറ്റു വിദ്യാഭ്യാസം, പല ആളുകളും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളുകൾ പോലും നല്ല വായനയിലൂടെ നല്ല അറിവ് സമ്പാദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വായന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വായന ദിനം ഏറെ പ്രസക്തവുമാണ് അതുകൊണ്ട് തന്നെ. കാരണം വായനയിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള പത്രങ്ങൾ പോലും വായിക്കാത്ത ആളുകളിപ്പോൾ നമുക്കിടയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വായന തിരിച്ചു വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വായനാ ദിനം അതിനുപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. വായന എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബുക്കുകളൊക്കെ പോലുള്ളതുണ്ടല്ലോ, മൊബൈലുകളിൽ ഒരുപാട് വായിക്കാനുള്ള സോഴ്സസ് കിട്ടും. അപ്പോൾ ശരിക്കും അതാണോ ബെറ്റർ, അല്ലെങ്കിൽ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് അല്ലാതെ വായിക്കുന്നതാണോ കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത്? എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ പുസ്തകം വായിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ മൊബൈലിലൂടെ വായിക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. മൊബൈലിൽ നമുക്കിപ്പോൾ എല്ലാം ലഭ്യമാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ചാനലുകൾ, FM ചാനലടക്കം നമുക്ക് എല്ലാ പുസ്തകങ്ങളും നമുക്കതിൽ നിന്ന് കിട്ടുന്ന സൗകര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് വായിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ തന്നെ ആ വായനയിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ പുസ്തക വായനയ്ക്ക് ആ ഒരു ലിമിറ്റേഷൻ ഇല്ല. എങ്കിൽ പോലും പുസ്തക വായനയ്ക്ക് സമയം കിട്ടാത്തൊരു പരിമിതികളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ പോലും സൗകര്യമുണ്ട്. നമുക്ക് ഏതൊരു പുസ്തകവും എടുത്ത് യൂട്യൂബിലടക്കം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ FM-ലടക്കം കിട്ടുമ്പോൾ അത് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ പോലും അത് കേട്ടാൽ പോലും നമുക്ക് അറിവ് കിട്ടും. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് പുസ്തക വായനയാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന സമയം കിട്ടുന്ന വഴി ഉപയോഗിച്ച് നമ്മൾ പരമാവധി അറിവ് നേടാന്നുള്ളതാണ്. അപ്പോൾ പുസ്തകം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് കേൾക്കാൻ എങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഇനിയുള്ള തലമുറയിൽ കുട്ടികളെ ഈ ഒരു ശീലം പഠിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കും കുട്ടികളെ ഒരു വായനാശീലത്തിലോട്ട് എത്തിപ്പെടുക? അത് അവർ സ്വമേധയാ പോകേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു ബോധവൽക്കരണം, കുട്ടികളിൽ നമുക്ക് ബോധവൽക്കരണം കൊണ്ട് മാത്രം കാര്യമുണ്ട് എന്നല്ല. എങ്കിൽ പോലും ഇപ്പം എല്ലാ വീടുകളും നേരിടുന്നൊരു പ്രശ്നം, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന് അധ്യാപകരും എല്ലാവരും ഒക്കെ പറയും. അല്ലെങ്കിൽ നമ്മൾ ആളുകൾ ഉപദേശിക്കുകയൊക്കെ ചെയ്താൽ പോലും കുട്ടികൾ വാശി പിടിച്ച് മൊബൈൽ വേണം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാർ ചെയ്യുന്നൊരു കാര്യമാണ് കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാശി കാണുമ്പോൾ മൊബൈൽ കൊടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ പരമാവധി പറഞ്ഞുകൊണ്ട്, നമ്മൾ വീണ്ടും വീണ്ടും ഒക്കെ പറഞ്ഞുകൊണ്ടും ചെറിയ അവർക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ആദ്യം വായിച്ച് കേൾപ്പിച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലും വായനയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കി വായനയിലേക്ക് കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ എന്താ പറയുക, കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, A+കൾ SSLCക്ക് A+, വലിയ ഉന്നത വിജയങ്ങൾ നേടുന്നുണ്ട്. പക്ഷെ പ്രായോഗികമായ അറിവ് പണ്ട് കാലത്തിനേക്കാൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ആ പ്രായോഗികമായ അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ വായിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിൽ പോലും ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് കളിക്കുടുക്ക മുതൽ ബാലരമ അങ്ങനെ വന്ന് വായിച്ച് വായിച്ച് വലിയ സാഹിത്യകൃതികളിലേക്ക് പോകുന്ന ഇതിലേക്ക് മാറണം. ആദ്യം തന്നെ നമ്മൾ അവരെ പിടിച്ചൊരു സാഹിത്യ കൃതി MTA അല്ലെങ്കിൽ ബഷീറിൻ്റെയൊക്കെ വായിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പോലും നമ്മൾ വലിയ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർ വായിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് കഥകളിലൂടെയൊക്കെ വായനയുടെ പ്രാധാന്യം അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പത്തിൽ തന്നെ. അതെ അതെ, അത് അച്ഛനമ്മമാർ തന്നെ കുറച്ച് സമയം കണ്ടെത്തി കുട്ടികൾക്ക് കഥകളൊക്കെ വായിച്ചു കൊടുത്ത്, പണ്ട് കാലങ്ങളിൽ ഒരു ആ ബാലരമ വരുന്ന ദിവസം നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിക്കാലമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ കാലം മാറി. ഇപ്പം ശരിക്കും എല്ലാ ദിവസവും മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടുമ്പോൾ ആ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ബാലരമയ്ക്ക് വേണ്ടിയൊന്നും കാത്തിരിക്കുന്ന അവസ്ഥയില്ല. പക്ഷേ ആ ഒരു ഇതിലേക്ക് കഥകളെ കുട്ടികളെ പറഞ്ഞ് ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് പുസ്തകങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്നൊരു മാർഗം എന്ന് എനിക്ക് തോന്നുന്നു. വായിച്ച് മനസ്സിലാക്കുന്നില്ല, കേട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും ബെറ്റർ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ? അതെ അതെ, അതാണ് വേണ്ടത്. പക്ഷേ ഇപ്പം മനസ്സിലാക്കുന്ന ആളുകൾ
കേട്ട് മനസ്സിലാക്കാണ് ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയകളിൽ മറ്റുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബിലൊക്കെ. അപ്പോൾ ആ സിസ്റ്റം മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതലും കുട്ടികൾ വായിച്ച് തന്നെ വളരണം എന്നല്ലേ? അതെ, വായിച്ചു തരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടിസ്ഥാനമായിട്ട് കുട്ടികൾക്ക് എന്താണ് ഒരു ബോധവൽക്കരണം പോലെയുള്ള എന്തെങ്കിലും കൊടുക്കാനാണോ, അതേ അവരിൽ ആ ഒരു ശീലം വളർത്തിയെടുക്കാൻ വേണ്ടി? നാട്ടിൽ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ, പിന്നെ ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുകൂടി മെച്ചപ്പെടുത്തണം. ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് നിന്ന് മാറി കുട്ടികളെ പുസ്തകങ്ങൾ വായിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ലൈബ്രറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനൊന്നും ആശ്രയിക്കുന്നില്ല, അവർക്ക് കുട്ടികൾക്ക് സമയം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈലിന് അഡിക്റ്റ് ആയ ഒരു ജീവിതം, ഇങ്ങനെ അതിലൂടെ എന്താ വരുന്നത്, അത് ആ ഒരു കഴിവൊക്കെ തന്നെ അവിടെ നശിക്കുകയാണ്. അവർക്ക് ആ ഒരു മാനസിക വികസന ശേഷിയും എഴുത്തും വായനയിലേക്കുള്ള ഒരു ശേഷി, നമ്മൾ കൂടുതൽ വായിക്കാൻ പുതിയ പുതിയ അറിവുകൾ നേടുകയല്ലേ ചെയ്യുന്നത്. അതങ്ങനെ. പക്ഷെ എന്തായാലും വായിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു ഇത് കിട്ടൂല. ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വായന എന്നുള്ളൊരു ശീലം കുട്ടികളിൽ നിന്നും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് പറയാനുള്ളത്? കുട്ടികൾ നല്ല വലിയവരെടുത്തുനിന്ന് അത് ഓൾമോസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നൊരു സംഭവമാണ്. ഒന്നാമത് എല്ലാവരും ബിസി ലൈഫല്ലേ, മനഃപൂർവ്വം തിരക്കിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മളെ ചുറ്റിലുള്ളത്. അതുകൊണ്ടാണ് ഒന്നാമത് എല്ലാവർക്കും ഇങ്ങനെ അച്ചീവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അച്ചീവിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ പണ്ടുള്ള കാര്യങ്ങളൊക്കെ പോകും. പിന്നെ വായന എന്ന് പറയുന്നത് എല്ലാം തന്നെ എൻ്റർടൈൻമെൻറ്റാണ് നമുക്ക് നമ്മളെ ചുറ്റിലുള്ളത്. അപ്പോൾ പണ്ട് വായനയായിരുന്നു, അതേ ഉള്ളായിരുന്നു എൻ്റർടൈൻമെൻറ്റ് മറ്റുള്ളത്. ഇപ്പം മാറിയല്ലോ, ഇപ്പം പല സോഷ്യൽ മീഡിയ പുതിയൊരു അനുഭവങ്ങളാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ദൃശ്യത്തെക്കാളും ഒരുപാട് നമുക്ക് കാര്യങ്ങൾ വായനയിലൂടെ കിട്ടും, ഇല്ലേ? ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ഓരോരുത്തർ പല പല കാര്യത്തിന് വേണ്ടിയിട്ട് വായിക്കുന്ന ആൾക്കാരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടിയിട്ട്. ചില ആൾക്കാർ അനുഭവങ്ങൾ, പഴയ അനുഭവങ്ങളൊക്കെ പിന്നെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിൽ ബുക്കിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ നോവലുകൾ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. വായിക്കുന്നുണ്ട്, കുട്ടികൾ നല്ലപോലെ വായിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ഇപ്പം അങ്ങനെ പുറത്ത് പറയൂല, അങ്ങനത്തെ സംഭവമൊക്കെയാണ് വരുന്നത്. പക്ഷെ നല്ല കുട്ടികൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് വന്നൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ബുക്ക് ഇങ്ങനെ ലൈബ്രറി പോലത്തെ സംഭവത്തിൽ ഞാൻ 2-3 ദിവസം പോയി നിന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെയൊക്കെ വെച്ച് ആ ഒരു 4-5 വയസ്സുള്ള പിള്ളേർ വന്നിട്ട് വലിയ വലിയ ബുക്കുകളൊക്കെ എടുക്കുന്നത്. ഞാൻ വിചാരിച്ച് ചെറിയ ചെറിയ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ വലിയ വലിയ ബുക്കുകളൊക്കെ വായിക്കുന്നത്, അഗ്നിച്ചിറകുകൾ പോലത്തുള്ള വലിയ പുസ്തകങ്ങളാണ് വായിക്കുന്നത്. അപ്പോൾ വായന വരുന്നുണ്ട്. ഒരു ടൈം അത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വരുന്നുണ്ട്. ഒരു ഭാഗത്തിലെങ്കിലും അതിങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. നല്ലോണം വായിക്കുന്നുണ്ട് കുട്ടികൾ, എല്ലാവരും തന്നെ വായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഇത് വന്നതുകൊണ്ട് വായന അന്യം പോയിന്ന് അത് നമ്മളിപ്പോൾ കുറേ ആയല്ലോ അത് കേൾക്കുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല, പക്ഷെ വായിക്കുന്നുണ്ട് കുട്ടികൾ. കുട്ടികളെല്ലാവരും ചില ഗ്രൂപ്പ് ടൈപ്പ് ഓഫ് പീപ്പിൾസ് മാത്രമേ അത് ഇതാവുന്നുള്ളൂ, വായിക്കാതെ പോകുന്നുള്ളൂ. പക്ഷെ വായിക്കുന്നുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്, തുടർന്ന് വരുന്നുണ്ട്. തീർച്ചയായും സോഷ്യൽ മീഡിയ ഇത്രയധികം പോപ്പുലറായെന്ന് പറയുമ്പോഴും ഒരു വിഭാഗം കുട്ടികൾ ഒരു വായനാശീലം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് അവരുടെ ആ ഒരു മാനസികാവസ്ഥയെ തന്നെ വളർന്നു വരുമ്പോഴത്തേക്ക് മാറ്റാൻ അത് സാധ്യമാകും ആ ഒരു വായനയിലൂടെ. ഒരുപാട്. ഇതിപ്പോൾ എൻ്റെ ചേച്ചിൻ്റെ മോളാണ്, ആൾക്ക് സ്റ്റോറി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ആരെയും വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ നല്ല പോണ കേൾക്കും. അപ്പോൾ വായിക്കാനും കൂടി ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തോളും. അടിസ്ഥാനത്തില് അത് തുടങ്ങി വെക്കണം എന്നുള്ളത്, അതിന്റെ ഒരു പ്രാധാന്യമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം മൊബൈലായാലും എല്ലാത്തിനെ പറ്റി അറിവ് വേണം, എല്ലാം കൈകാര്യം ചെയ്യണം. നമ്മൾ ഫോൺ മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല, ഫോണിന്റെ കൂടെ ഇതും കൊടുക്കണം, പുസ്തകങ്ങളും കൊടുക്കണം. കൂടുതൽ ഇമ്പോർട്ടൻസ് പുസ്തകങ്ങൾക്ക് കൊടുക്കണം. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വായനാശീലം കുട്ടികളിൽ നിന്നും അല്ലാതെ പൊതുവെ വായനാശീലം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ഇതിനെ കുറിച്ച് പറയാനുള്ളത്? വായനാശീലം കുറഞ്ഞു പോയതിൻ്റെ അതിൻ്റെ കാരണം ഇപ്പോൾ ഉണ്ട്. ഒന്ന് മൊബൈൽ വന്ന ഇതിലാണ് വായനാശീലം കുറയുന്നത്. പിന്നെ വായന കൊണ്ട് വായന കൂടുതലുണ്ടായാൽ ഒന്നാമത് അറിവും അക്ഷരസ്ഫുടയും എല്ലാവരും സംസാരിക്കാനും ഒരു ഇതുണ്ടാവും, മാറ്റം ഉണ്ടാവും.
ആ ഒരു കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥയെ തന്നെ മാറ്റാൻ, കുട്ടികളുടെ മാത്രമല്ല, ആരാണോ വായിക്കുന്നത് അവരുടെ ഒരു മനസ്സും മാറ്റം ഉണ്ടാവും. ഒരുപാട് അറിവുകൾ നേടാനും പിന്നെ മറ്റുള്ളവർ സംസാരിക്കും ധൈര്യമായി നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ധൈര്യമായിട്ട് സംസാരിക്കാനെല്ലാം ഒരു വായന നല്ലതാണ്. അപ്പൊ ഈ മൊബൈലിലൊക്കെ ഈ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു വായനയാണോ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തെ ആശ്രയിച്ച് വായിക്കുന്നത്? നമുക്ക് പുസ്തകത്തെ ആശ്രയിച്ച് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വായിക്കുകയും ചെയ്യാം, എല്ലാവരോടും നല്ല രീതി ഇതാക്കാനും വായന നല്ലതാണ്. നമ്മുടെ കയ്യിലെടുത്ത് ആ ഒരു അക്ഷരങ്ങളൊക്കെ വായിക്കുന്നതും മൊബൈലിൽ വായിക്കുന്ന രണ്ടും മാറ്റമുണ്ടാവും. അപ്പൊ കുട്ടികളിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് മൊബൈൽ ഗെയിമിങ്ങും സോഷ്യൽ മീഡിയാസിനെയൊക്കെ അല്ലേ ആശ്രയിക്കുന്നത്? അപ്പൊ കുട്ടികളിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു വായനാശീലം വളർത്തിയെടുക്കാൻ സാധിക്കുക? കുട്ടികളിൽ വായനാശീലമായിട്ട് നമ്മൾ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കൊടുത്ത് ഇതാകണം, ചെയ്യണം. ചെറുപ്പത്തിലെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതാക്കണം. അപ്പം അങ്ങനെ ഉണ്ടാകലിൽ കുറഞ്ഞു വരികയെന്ന്, അപ്പം അത് നമ്മൾ നല്ലോണം അത് കണ്ടിട്ട് ചെയ്യണം. ഇപ്പോൾ ജനങ്ങൾക്കൊന്നും സമയമില്ല എന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഈ ഒരു വായന കുറയുന്നതെന്നും പറയുന്നത്. ശരിക്കും ഈ ഒരു വായിക്കുക എന്നുള്ളത് ആ ഒരു സമയത്തിൽ നമ്മൾ ഏർപ്പെടുത്തേണ്ട കാര്യമല്ല. വായിക്കാൻ സമയം കുറച്ച് സമയം മാറ്റി വെക്കണം. മൊത്തത്തിലൊരു സമൂഹത്തിലൊരു മാറ്റം കൃത്യമായിട്ടും കൊണ്ടുവരില്ലേ വായിക്കുന്നവർക്ക് അടുത്തും ചിട്ടയൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ഒരു തലമുറയിൽ വായനാശീലം അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വായന മാറ്റിവെക്കേണ്ട ഒന്നാണോ? അല്ല, വായന നമുക്ക് എന്തായാലും വേണ്ട ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ തലമുറ വെച്ചാൽ വായന ശീലം തീരെയില്ല. എല്ലാവരും സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ട് വീട്ടിലിരുന്ന് ഇതിൽ തന്നെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വായനശാലയൊക്കെ പോയി ഗ്രന്ഥശാലയിൽ പോയാലും വായിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ തലമുറ ആ കുട്ടികൾക്ക് ആ ഒരു ശീലം കാണുന്നില്ല. ഗ്രന്ഥശാലകൾ എന്താന്ന് പോലും കുട്ടികളാണ് വായിക്കാൻ പോയിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ നേരെ അക്ഷരം പോലും അറിയാത്തൊരു അവസ്ഥയായിട്ട് മാറി. എല്ലാവരും സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ട് അതിൽ തന്നെ. അപ്പോൾ കൂടുതൽ നമുക്ക് ഈ ഒരു വായനാശീലം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് അവരുടെ ആ ഒരു ചിന്താശേഷിയും അവരുടെ ഒരു മനസ്സിന്റെ ഒരു മെന്റാലിറ്റി അതൊന്ന് ചേഞ്ച് ആക്കി എടുക്കണം. സ്മാർട്ട് ഫോൺ അല്ല, പുറം ലോകം ഇപ്പോൾ പുറത്തും ആൾക്കാരുണ്ട്, ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്ന് അവർ അറിയണം. ഈ സ്മാർട്ട് ഫോൺ അല്ലാണ്ട് ഓരോ എഴുത്തുകാരുടെയും ആ ഒരു അനുഭവം പലരിലും വായനക്കാരിൽ പല പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ചിലർക്ക് ഈ ഒരു വായന അനുഭവം നൽകുന്നത് അവരുടെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥ മാറ്റുന്നുണ്ട്, അവരുടെ ആ ഒരു സാഹചര്യത്തിന് മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചിലരുടെ കഥകൾ വായിച്ച് ചിലർ ഒന്ന് ഒരു ഡിപ്രഷനിൽ ഉള്ളവരൊക്കെ ഇങ്ങനെ കഥകളെല്ലാം വായിച്ച് ഓക്കെ ആയവരുണ്ട്. ചിലരുടെ മെന്റാലിറ്റി മാറും വിചാരിച്ച് ഒരു ഇൻസ്പിറേഷൻ വായനയുടെ കിട്ടിയ പോലെ ആവും. ശരിക്കും കുട്ടികൾ മുതൽ വലിയവർ വരെ ഏത് പ്രായക്കാരായാലും വായിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ മുതിർന്നവർ മാത്രമാണ് ഇപ്പോൾ വായിക്കാൻ പൊതുവെ ഉള്ളത്. കുട്ടികളൊക്കെ സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ട് പത്രം പോലും വായിക്കാത്ത ഒരു അവസ്ഥയായി മാറി. കാര്യങ്ങൾ അവർ സ്കൂളിൽ പോവുക, പഠിക്കുക, ഫുൾ എ പ്ലസുകൾ വാങ്ങിക്കുക എന്നല്ലാതെ ആ ഒരു സമൂഹത്തിനെ കുറിച്ച് അറിയാനും വായിക്കാനും ഒന്നും സമയം ചെലവഴിക്കാൻ തീരെയില്ല. അവർക്ക് പഠിക്കുക, ഫുൾ എ പ്ലസ് എടുക്കുക, ഇതന്നെ. പഠിത്തം കഴിഞ്ഞാൽ നേരെ സ്മാർട്ട് ഫോണായി, വായിക്കാൻ ടൈം കണ്ടെത്തുന്നില്ല ആരും. ഈ ഒരു സാഹചര്യമൊക്കെ മാറേണ്ടതാണല്ലേ, വായന കൂടുതലും കുട്ടികളിലോട്ട് വായന കൂടുതലും കുറച്ചുകൂടി കൊണ്ടുവരണം. അതിനുള്ളൊരു എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സോ അല്ലെങ്കിൽ വീടുകളിലോ നിന്ന് തന്നെ ആ ഒരു ശീലത്തിന്റെ തുടക്കം അവരുടെ പാരൻസ് ആയാലും മുൻഗണന എടുത്തിട്ട് ചെയ്യണം. വായന എന്നത് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് നൽകേണ്ട ഒന്നാണ്. അവരെ വായിക്കാൻ പഠിപ്പിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്.